ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ യാദൃശ്ചികമായ എന്നാൽ ദൈവം ഒരുക്കിയ ഒരു സന്ദർഭമാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് സംസാരിച്ച കർത്തൃദാസനാണ് എന്നെ രക്ഷയെങ്കിലേക്ക് നടത്തിയ എൻ്റെ ആത്മീയ പിതാവ്. മാത്രവുമല്ല, എന്നെ, എൻ്റെ പിതാവിനെ, അതോടൊപ്പം എൻ്റെ മകൾ മെൽബയെ, ഞങ്ങൾ 3 പേരെയും രക്ഷയെങ്കിലേക്ക് നടത്തിയ ആത്മപിതാവ്, ആ പിതാവ് ശുശ്രൂഷിക്കുന്ന അതേ വേദിയിൽ അതിനുശേഷം കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ ഈ എളിയവന് സഭയായിട്ട് തന്ന ഈ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സർവ്വനന്ദിയും ഉത്തരവാദിത്വപ്പെട്ട സഹോദരന്മാരോട് കർത്തൃനാമത്തിൽ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃ ദിവസമാണ് നമ്മുടെ മുൻപാകെ ആയിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രിയ മക്കൾ 6 പേരും കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ശുശ്രൂഷ നിവർത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒപ്പം ഇന്ന് സ്നാനപ്പെട്ട പ്രിയ മക്കളും അതോടൊപ്പം കർത്താവിൻ്റെ ആ രക്ഷ സ്വന്തം ജീവിതാനുഭവമാക്കി കർത്താവിൽ പുതിയ സൃഷ്ടിയായി തീർന്ന നാം ഓരോരുത്തരും എപ്രകാരം ദൈവം പ്രസാദിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന ഒരു ലഘു സന്ദേശമാണ് നിങ്ങളോട് ഇന്ന് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. നമുക്കറിയാം, എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായത്തിൽ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ സൈൻ ബോർഡായിട്ട് ആരെയാണ് കാണുന്നത്? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ടാണ് യാത്ര ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ നാം യാത്ര ചെയ്യുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് ലോകത്തോട് വിളിച്ചറിയിച്ചുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ വകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ആരംഭിച്ച പ്രിയപ്പെട്ടവരും, അതോടൊപ്പം മുൻകാലങ്ങളിൽ ഈ കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിച്ചവരും, ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മുടെ മുൻപിൽ അപ്രകാരം ജീവിച്ച സൈൻ ബോർഡായിട്ടായിരിക്കുന്ന 2 വ്യക്തിത്വങ്ങളെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുൻപാകെ അവരിലൂടെ വെളിപ്പെട്ട് വന്ന ദൈവം തന്നെ അവർക്ക് നേരെ സാക്ഷ്യം പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട 2 വ്യക്തിത്വങ്ങളെ നിങ്ങളുടെ മുൻപാകെ ഒന്ന് അവതരിപ്പിച്ച് നമ്മുടെ ജീവിതത്തിന് അതൊരു മോട്ടിവേഷൻ ലഭിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് പോകാം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം തന്നെ സാക്ഷ്യം പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നാം അവിടെ കാണുന്നത്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ദാസനായ കാലേബോ, അവന് വേറെ ഒരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവൻ്റെ സന്തതിക്ക് അത് കൈവശമാക്കും. ദൈവം ഇവിടെ കാലേബിനോടുള്ള ബന്ധത്തിൽ കാലേബിനെ കുറിച്ചൊരു സാക്ഷ്യം പറയുകയാണ്. എന്താണ് കാലേബിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുന്നത്? വായിച്ച വചനഭാഗത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുൻപാകെ വരച്ചു കാണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അതിനു മുന്നമേ കാലേബിനെ കുറിച്ച് ദൈവം എന്താ സംബോധന ചെയ്തത്? എൻ്റെ ദാസനായ കാലേബ്. ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു വരാം. എൻ്റെ ദാസനായ കാലേബ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം തൻ്റെ ജീവിതത്തിലൂടെ നിവർത്തിച്ചുകൊണ്ട് ദൈവം പ്രസാദിക്കുന്ന സാക്ഷ്യമുള്ള ഒരു ജീവിതം ദൈവം മുൻപാകെ നയിച്ചതുകൊണ്ട് ദൈവം പറയുക, എന്നെ അനുസരിച്ച് എൻ്റെ ഹിതം നിവർത്തിച്ച എൻ്റെ ദാസനായ കാലേബ്. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. ഇതുവരെ 6 മക്കളിൽ നിന്ന് അത് ആരംഭിച്ചു. നാം എത്രയോ മുന്നമേ ആരംഭിച്ചതാ. എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഈ സാക്ഷ്യം പറയുമോ? എൻ്റെ ദാസനായ, എൻ്റെ ദാസിയായ
നമ്മുടെ പേര് ചേർത്ത് പറയണം. ഇതായിരിക്കട്ടെ നമുക്ക് ദൈവത്തിൽ നിന്നും ലഭിക്കേണ്ടത്. നാം വായിച്ച വചനഭാഗത്തിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി വരികയാണ്. എൻ്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും. കാലേബിനെ കുറിച്ച് ഈ സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം ഇടയായി തീർന്നത് രണ്ട് സുപ്രധാനമായ മേഖലയിൽ കാലേബ് വിജയിച്ചത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ഈ ദൈവവചനത്തിൻ്റെ മുൻപാകെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സത്യം ഇതാണ്: ഈ രണ്ട് മേഖലയിലും നാം വിജയിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം, ഈ മരുപ്രയാണ യാത്രയിൽ ദൈവം പ്രസാദിക്കുന്ന ഈ രണ്ട് മേഖലയിലൂടെ നാം എപ്രകാരം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ നിശ്ചയമായിട്ടും തിരുത്തലുകൾ വരുത്തണം. നമ്മുടെ ബുദ്ധിയുപദേശത്തിനായി, നമ്മുടെ ഗുണീകരണത്തിനായി ദൈവം പ്രസാദിക്കുന്ന ഈ മരുപ്രയാണ യാത്ര സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം പറഞ്ഞ ഈ രണ്ട് മേഖലകൾ നമുക്കൊന്ന് വിശദമായിട്ട് ധ്യാനിക്കാം. സമയപരിമിതിയിൽ തന്നെ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം പറഞ്ഞത്, കാലേബിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുവാൻ ഇടയായി തീർന്നത് ഒന്നാമത്തെ മേഖല, അവൻ വേറൊരു സ്വഭാവമുള്ളവനാണ്. എന്താണ് ഈ വേറൊരു സ്വഭാവം? നമുക്ക് ആ വേറൊരു സ്വഭാവത്തെക്കുറിച്ച് മുന്നമേ ചർച്ച ചെയ്യാം. രണ്ടാമത്തെ മേഖലയിൽ ദൈവം പറഞ്ഞു ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചവൻ. ഒന്നാമത്തെ മേഖല നമുക്ക് മുന്നമേ ഒന്ന് പരിശോധിക്കാം. അങ്ങനെ ആ വേറൊരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ നാം പരിശോധിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ വേറൊരു സ്വഭാവം ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം. വേറൊരു സ്വഭാവത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നു. നമുക്കൊരു വചനഭാഗത്തിലേക്ക് വരാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 36-ാം തിരുവചനത്തിലേക്ക് വരാം. ഡ്യൂട്ടോണമി ചാപ്റ്റർ 1 വേഴ്സ് 36. അവിടെ നാം ദൈവാത്മാവ് സാക്ഷ്യപ്പെടുത്തുന്ന വചനം ഇപ്രകാരമാണ്: യെഫുന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണുകയും അവൻ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവനും അവൻ്റെ പുത്രന്മാർക്കും അവൻ ചവിട്ടിയ ദേശം ഞാൻ കൊടുക്കുകയും ചെയ്യുമെന്ന് സത്യം ചെയ്ത് കൽപ്പിച്ചു. സന്ദർഭം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ദേശം ഉറ്റുനോക്കുവാൻ യോശുവയും കാലേബും അനേക പ്രഭുക്കന്മാരിൽ പ്രധാനപ്പെട്ടവരെ അയച്ചു. അവർ തിരികെ വന്ന് വളരെ ഭാരപ്പെട്ട, നടക്കുന്ന, നിരാശപ്പെടുത്തുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുമ്പോൾ യോശുവ വളരെ നല്ല റിപ്പോർട്ടാണ് നൽകിയത്. അതിലേക്ക് നാം വഴിയെ വരുന്നതാണ്. അവിടെയാണ് വേറൊരു സ്വഭാവം. എന്തുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞ റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായി കാലേബ് ഈ റിപ്പോർട്ട് പറയുവാനിടയായി തീർന്നു? അവൻ ഈ കാര്യങ്ങൾ, പ്രതികൂലങ്ങൾ, സർവ്വവിധമായ പ്രതികൂലങ്ങൾ കണ്ടു. മല്ലന്മാരെ കണ്ടു, അവരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെ കണ്ടു ആ ദേശത്ത്. അതെല്ലാം കണ്ടപ്പോഴും അതിലൊന്നും പതറിപ്പോകാതെ വാസ്തവമായിട്ട് കാലേബ് യഹോവയായ ദൈവത്തോട് പറ്റി നിന്നു. യഹോവയായ ദൈവത്തോട് പറ്റി നിൽക്കുന്നത് കൊണ്ട് അവൻ ഒരു കാര്യം മനസ്സിലായി: ദൈവം കൂടെയുണ്ടെങ്കിൽ പരാജയമില്ല. നാം ഇപ്പോൾ അതാ കേട്ടത്. ഈ യുദ്ധത്തിൽ യോശുവ ജയിക്കാൻ കാരണമായി തീർന്നത് യഹോവയോട് പറ്റി നിന്നു. കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ സഹപ്രവർത്തകരായ അഹരോനും ഹൂരും അവിടുത്തെ പ്രതികൂലം മാറ്റിക്കൊണ്ട് അവരും കൂടെ നിന്നുകൊണ്ട് കൈ ഉയർത്താൻ സഹായിച്ചു. കൈ താണാൽ തോൽക്കും, കൈ ഉയർത്തപ്പെട്ടാൽ ജയിക്കും. ഇവിടെ കാലേബ് ദൈവത്തോട് പറ്റി നിന്നത് കൊണ്ട് തൻ്റെ മുൻപാകെയുള്ള എല്ലാ പ്രതികൂലങ്ങളെയും താൻ കാണുകയാണ്. മല്ലന്മാരാണ്, അനാക്യ മല്ലന്മാർ, അവരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരുണ്ട്. തീർന്നില്ല, പട്ടണങ്ങൾ വളരെ ഉറപ്പുള്ളതാണ്, പിടിക്കാൻ സാധിക്കുകയില്ല എന്ന് മറ്റുള്ളവർ സാമാന്യ ബുദ്ധി കൊണ്ട്, അവരുടെ ബുദ്ധിശക്തി കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുക. ആ സ്ഥാനത്ത് ഈ പ്രതികൂലങ്ങളുടെ മധ്യേ യഹോവയോട് പറ്റി നിന്നുകൊണ്ട് കാലേബ് പറഞ്ഞ ഉത്തരം അല്ലെങ്കിൽ റിപ്പോർട്ട് വളരെ വ്യത്യസ്തമായി. ആ റിപ്പോർട്ടാണ് ദൈവം പ്രസാദിക്കുവാനിടയായി തീർന്നത്. ഞാൻ ഇവിടെ നിന്നിട്ട് എൻ്റെ മുൻപാകെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ, രോഗത്തിൻ്റെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം നിരാശപ്പെടുന്നവരാണോ? നാം നമ്മിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം നൽകാതെ നമ്മുടെ തന്നെ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പരാജയപ്പെടുന്നവരാണോ? അതോ യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചവരാ നാം? അതിലൊരു പ്രത്യേക അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവ്
എന്താണ് കർത്താവ്? കർത്തൃത്വം നടത്തുന്നവൻ. കർത്താവായ യേശു ക്രിസ്തുവിന് എൻ്റെയും നിങ്ങളുടെയും ഹൃദയം വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ അവിടെ വസിക്കാനായിട്ട് സ്ഥാനം കൊടുത്തത് കർത്താവും രക്ഷിതാവുമായിട്ടാ. രക്ഷിക്കുന്ന പ്രക്രിയയിൽ കർത്താവ് പൂർണ്ണ വിജയം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ കർത്തൃത്വം ആർക്ക് കൊടുക്കണം? കർത്താവിന് കൊടുക്കണം. നാം നമ്മുടെ വഴികളിലൂടെ പോയി പരാജയപ്പെട്ടിട്ടല്ല കർത്താവിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. കാലേബ് ചെയ്തത് കർത്താവിൽ അല്ലെങ്കിൽ യഹോവയിൽ പൂർണ്ണമായിട്ട് പറ്റി നിന്നതുകൊണ്ട് അവനത് പറയാൻ സാധിച്ചു. ഇപ്പോൾ സഹോദരിമാർ ചിന്തിക്കുന്നുണ്ടാവാം, ഇതൊക്കെ സഹോദരന്മാർക്കുള്ള കാര്യമല്ലേ, ഞങ്ങൾ സഹോദരിമാരാണ്, ഞങ്ങൾക്ക് എന്താണ് ഇങ്ങനെ പറ്റി നിൽക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളുള്ളത്? അങ്ങനെ പറ്റി നിന്ന് പൂർണ്ണമായിട്ട് പറ്റി നിന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച സഹോദരിമാരെ കുറിച്ചുള്ളൊരു പുസ്തകം തന്നെ ബൈബിളിലുണ്ട്. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് ഞാൻ വരികയാണ്. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തുന്ന കാലത്ത് മഹാക്ഷേമമുണ്ടായി ബെത്ലഹേമിൽ. ബെത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ നാടെന്ന. അവിടെ നിന്നും ഒരിക്കലും ഒരു ബന്ധവും സ്ഥാപിക്കരുത്, അവരുമായിട്ട് ഒരു പരിപാടിയും പാടില്ല എന്ന് ദൈവം കൽപ്പിച്ച മൊബാബ് ദേശത്തേക്ക് ഒരു കുടുംബം കടന്നു പോവുകയാണ്. എലിമലേക്കിന്റെ കുടുംബം. എലിമലേക്ക് ഭാര്യ രൂത്ത്, മക്കൾ 2 പേര് മഹ്ലോൻ, കില്യോൻ. രൂത്തിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ നമുക്ക് പറയാൻ സാധിക്കും, നിറഞ്ഞവളായി ഞാൻ പോയി, ഇതാ ഒഴിഞ്ഞവളായിട്ട് മടങ്ങി വന്നിരിക്കുന്നു. ഇവിടെ ഈ ക്ഷാമത്തിന്റെ മധ്യേ ഇവർ മൊബാബ് ദേശത്തേക്ക് പോവുകയാണ്. എന്നാൽ രൂത്തിന്റെ പുസ്തകം 1:6 വരുമ്പോൾ യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൻ മൊബാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മൊബാബ് ദേശം വിട്ട് മടങ്ങിപ്പോരുവാൻ തൻ്റെ മരുമക്കളുടെ കൂടെ പുറപ്പെട്ടു. ഈ വർഷങ്ങൾക്കിടയിൽ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ഒറ്റ വാക്യത്തിലൊന്ന് പറയാം. വളരെ വിസ്തരിച്ച് പറയേണ്ടതാണ്, നമ്മുടെ മുൻപിൽ സമയമില്ലല്ലോ. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ, ഇവിടെ നിന്നും മൊബാബിൽ ഭക്ഷണത്തിന് വേണ്ടി അഭയപ്പെട്ട ഇവര് മക്കൾക്ക് 2 പേർക്കും ഭാര്യമാരെ എടുത്തു, മൊബാബ്യ സ്ത്രീകളെ എടുത്തു. ഇതിന്റെ അവസാനം സംഭവിച്ചത്, ഇവര് യഹോവ അപ്പത്തിന്റെ നാടായ ബെത്ലഹേം സന്ദർശിച്ച് ആഹാരം കൊടുക്കുന്നു എന്ന അറിവ് കിട്ടി അവർ തിരിച്ചു പോരാൻ ആഗ്രഹിക്കുമ്പോൾ പുരുഷ പ്രജകൾ 3 മാറ്റപ്പെട്ടുകൊണ്ട് 3 വിധവകളായിട്ട് അവശേഷിക്കുക. അങ്ങനെ 1:6 വരുമ്പോൾ ഇവർ മടങ്ങിപ്പോരുവാൻ ആഗ്രഹിക്കുകയാണ്. രൂത്തിന്റെ പുസ്തകം 1:14 മുതൽ 16 വരെ നാം വായിക്കുമ്പോൾ അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. സന്ദർഭം ഇതാണ്, അവർ മടങ്ങിപ്പോരാൻ ആഗ്രഹിക്കുമ്പോൾ ചില വേർപെട്ടലുകൾ അവിടെ സംഭവിക്കുകയാണ്. മൂത്ത മരുമകൾ ഓർപ്പ അമ്മായി അമ്മയെ ചുംബിച്ചുകൊണ്ട് പിരിഞ്ഞു. എന്നാൽ രൂത്ത് എന്ത് ചെയ്തു? അമ്മായി അമ്മയോട് പറ്റി നിന്നു. നവോമി പറയുക, നിന്റെ ചേച്ചി ഇതാ അവളുടെ ജാതിക്കാരുടെയും അവളുടെ ദേവന്മാരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയി, നിനക്കും അങ്ങനെ പോയിക്കൂടെ? രൂത്ത് പറയുന്ന വാക്യമുണ്ട് പ്രിയപ്പെട്ടവർ. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഈ കാലഘട്ടത്തിൽ നവോമി വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് വാസ്തവമായിട്ടും ആ ദൈവത്തെ അറിയാത്ത ഈ മക്കളോട് നവോമി സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ദൈവത്തെ പൂർണ്ണമായിട്ട് പറ്റി നിന്നുകൊണ്ട് ആ ദൈവത്തെ തന്നിലേക്ക് എത്തിച്ച തൻ്റെ അമ്മായിമ്മയോട് പൂർണ്ണമായി പറ്റി നിന്നുകൊണ്ട് രൂത്ത് പറയുന്ന വാക്കുകളായത്, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം, ഞാൻ നിന്റെ കൂടെ പോരും, ഒരു കാരണവശാലും എന്നെ തടുക്കരുത്. എന്തായിരുന്നു ഈ തീരുമാനം? ദൈവത്തോട് പറ്റി നിന്നതിനാൽ രൂത്തിന് ലഭിച്ച അനുഗ്രഹം എന്താണ്? ആദ്യത്തെ അനുഗ്രഹം നമുക്കറിയാം, ബോവസ് എന്ന ദൈവപുരുഷൻ ഒരു വിശ്രാമ സ്ഥാനമായിട്ട് അവൾക്ക് ലഭിച്ചു. അതുകൊണ്ട് തീർന്നോ? മത്തായിയുടെ സുവിശേഷം 1:5 നാം വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ച് അവിടെ പറയുമ്പോൾ നാം ഇങ്ങനെ വായിക്കുകയാണ്, അബ്രാഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി അത് വിവരിക്കുമ്പോൾ ശലോമോൻ രാഹവിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന രക്ഷിതാവിന് ജന്മമുണ്ടായി. യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പേര് ചേർക്കപ്പെടുവാൻ, യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയെ പ്രതിപാദിക്കുമ്പോൾ അവിടെ
രൂത്തിന്റെ പേരും രേഖപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് പ്രിയപ്പെട്ടത്. എന്താ കാരണം? ദൈവത്തോട് പറ്റി നിന്നു. സങ്കീർത്തനം 91:14 നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവന് വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവിക വാഗ്ദത്തമാണ് പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും ഒരു വല്ലാത്ത ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ വക്രതയും കോട്ടത്തിൽ നിന്നും നമ്മെ തന്നെ വേർപാടിന്റെ അനുഭവത്തിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മെ വീണ്ടെടുത്ത കർത്താവിനോട് പറ്റി നിൽക്കുമ്പോൾ ആ കർത്താവ് തരുന്ന വാഗ്ദത്തമാണ്, അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ഇന്ന് സ്നാനപ്പെട്ട പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഇത് തന്നെ ചെയ്യണം. നിങ്ങളെ വീണ്ടെടുത്ത കർത്താവിനോട് പറ്റി നിൽക്കണം. നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ നിങ്ങളുടെ ഭാവിയെ കരുപ്പിടിപ്പിക്കുവാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, ഏത് സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയാലും അവിടെയെല്ലാം കർത്താവിനോട് പറ്റി നിന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. എന്താ കാരണം? അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ ഉയർത്തും. ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തൻ്റെ രക്തം മറുവിലയായി നൽകി നമ്മെ തന്നിൽ പുതിയ സൃഷ്ടിയാക്കി തീർത്ത കർത്താവിനോട്, തൻ്റെ വചനത്തോട് ഞാനും നിങ്ങളും എത്രമാത്രം കൂറ് കാണിക്കുന്നു, പറ്റി നിൽക്കുന്നു. നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ ഈ ഭാഗം ഇവിടെ വിടുകയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാം. എന്തായിരുന്നു വേറൊരു സ്വഭാവത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത? ദൈവം കാലേബിൽ കണ്ട് കാലേബിനെ സാക്ഷ്യപ്പെടുത്തിയ കാലേബിൻ്റെ വേറൊരു സ്വഭാവത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ഇതാണ്, ജനത്തെ ശാന്തരാക്കുന്ന കാലേബ്. സന്ദർഭം ഇതാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 32-33 വാക്യങ്ങൾ, 14-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യത്തിൻ്റെ ആരംഭ ഭാഗവും. തങ്ങൾ ഉറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞതെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുകിളികളെ പോലെ ചെറുതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. സംഖ്യാപുസ്തകം അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് സംഖ്യാപുസ്തകം 14-ാം അധ്യായം 1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണാം. അപ്പോൾ ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹ്റോനും വിരോധമായി പിറുപിറുത്തു. ഒരു വലിയ കലാപത്തിന്റെ അന്തരീക്ഷം അവിടെ വരികയാണ്. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഈ അനാക്യ മല്ലന്മാര് ഞങ്ങളെ തിന്നുകളയുവാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള നിലയിൽ അവർ ചിന്തിക്കുവാനും മോശയ്ക്കും അഹ്റോനും എതിരെ പിറുപിറുക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. വലിയൊരു ബഹളം അവിടെ സംഭവിക്കുകയാണ്. ഈ ബഹളത്തിന്റെ മധ്യയാണ് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, എന്നാൽ കാലേബ് മോശയുടെ മുൻപാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കും, അത് ജയിക്കാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. ഒരു വലിയ ബഹളം, ഒരു നിരാശയുടെ അനുഭവം. ഇവിടെ ജീവഭയത്തിൻ്റെയും നിരാശയുടെയും ധൈര്യക്ഷയത്തിൻ്റെയും കയത്തിൽപ്പെട്ട് ഉഴറുന്ന ഒരു ജനത്തിൻ്റെ മുൻപാകെ അവർക്ക് ശക്തി പകർന്നുകൊണ്ട്, അവർക്ക് ആശ പകർന്നുകൊണ്ട് കാലേബ് വളരെ അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യാണ്. കാലേബ് പറഞ്ഞു എന്താ? കാലേബ് പറഞ്ഞു, എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തിക്കൊണ്ട് പറഞ്ഞു, നാം ചെന്ന് അത് കൈവശമാക്കും, അത് ജയിക്കാൻ നമുക്ക് കഴിയും. എന്തുകൊണ്ടാ കാലേബിന് ഇത് പറയാൻ കഴിഞ്ഞ്? കാലേബ് ദൈവത്തെ രുചിച്ചറിയുക. യഹോവയെ ദൈവത്തോട് പറ്റി നിൽക്കുന്നത് കൊണ്ട് യഹോവയുടെ ശക്തിയെക്കുറിച്ചും യഹോവ ആരാണെന്നും യഹോവ എന്താണെന്നും ഒക്കെ അതിനു മുമ്പ് നടന്ന സംഭവങ്ങളിലൂടെ അവൻ കണ്ടിട്ടുണ്ട്, യുദ്ധങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ജയിക്കാൻ ഒരു സാധ്യവുമില്ലാത്ത യുദ്ധങ്ങളൊക്കെ യഹോവയായ ദൈവം നേരിട്ട് യുദ്ധം ചെയ്ത്, യഹോവയുടെ ദൂതന്മാർ യുദ്ധം ചെയ്ത് ആ ദേശങ്ങളൊക്കെ അവർക്ക് യഹോവ നൽകുന്നത് രുചിച്ചറിയുന്ന ആളാണ് കാലേബ്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇവരെ ശാന്തരാക്കുകയാണ്. കാലേബ് എന്ന ലീഡറുടെ പ്രത്യേകത ഒന്ന് നോക്കിയേ. പ്രതികൂലത്തിന്റെ മധ്യേ, നിരാശയുടെ മധ്യേ ജനം ഉണരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്ന കാലേബ്. വളരെ പെട്ടെന്ന് നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ദൈവസഭ പ്രതികൂലങ്ങളുടെ മധ്യേ കൂടെ കടന്നു പോകുമ്പോൾ, രോഗത്തിന്റെ മധ്യേ കൂടെ കടന്നു പോകുമ്പോൾ, ചില കുടുംബങ്ങളെല്ലാം ആ അതികഠിനമായ ധൈര്യക്ഷയത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു സമീപനമാണോ,
അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു സമീപനമാണോ നാം ഓരോരുത്തരും എടുക്കുന്നത്? കർത്താവിൻ്റെ സഭ, കർത്താവ് ശിരസ്സായിരിക്കുന്ന ആ ശിരസിനോട് ചേർത്ത് വയ്ക്കപ്പെട്ട അവയവങ്ങളാണ് നാം. നമ്മുടെ ഈ കൈക്ക് 5 വിരലുണ്ട്. ഈ 5 വിരൽ 5 വ്യത്യസ്തമായ ഡയമെൻഷനാണ്, വ്യത്യസ്തമായ ഡ്യൂട്ടികൾ ചെയ്യുന്നതാണ്. ഈ ഒരു വിരലിന് എന്ത് പറ്റിയാലും ഈ ശരീരത്തിൻ്റെ മറ്റുള്ള എല്ലാ ഭാഗങ്ങളും അവിടേക്ക് വരും. എന്തിനാ? ഹെൽപ്പ് ചെയ്യാൻ. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. കാലേബ് അതാ ചെയ്ത്. അതുകൊണ്ട് ദൈവം കാലേബിനോട് പറഞ്ഞു, വേറൊരു സ്വഭാവമുള്ളവനാ കാലേബ്. നമുക്ക് വളരെ പെട്ടെന്ന് 3-ാമത്തെ ഭാഗത്തേക്ക് വരാം. വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്നവൻ. ഇന്ന് നമ്മുടെ ഇടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്, അല്പം പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ, അയ്യോ എനിക്ക് വയസ്സായി, ഇനി കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയൊന്നുമില്ല, അതൊക്കെ യുവാക്കന്മാർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സ്വഭാവം. ഞാനീ പറയുന്ന ആളൊന്നും ഇതിൽ നിന്ന് വ്യത്യസ്തനല്ല കേട്ടോ. പക്ഷെ കാലേബ് നമുക്കൊരു മാതൃകയാണ്. സന്ദർഭം ഇതാണ്, ഈ ദേശങ്ങളെല്ലാം ദൈവം അവർക്ക് യുദ്ധങ്ങളെ വിജയിച്ചുകൊണ്ട് അവകാശമായി കൊടുക്കുകയാണ്. അങ്ങനെ അവകാശമായി കൊടുത്ത ദേശങ്ങൾ ഇവർക്ക് യോശുവ വീതിച്ചു നൽകുകയാണ്. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 6, 7, 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സന്ദർഭം ഇതാണ്, യോശുവ കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി ലഭിച്ച ദേശങ്ങൾ വിഭാഗിച്ചു കൊടുക്കുന്നു. അങ്ങനെ വിഭാഗിച്ചു കൊടുക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 6, 7 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് കാലേബിൻ്റെ വാക്കുകളാണ്. അവിടെ പറയുകയാണ്, അനന്തരം യഹൂദ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനിസ്യനായ യെഫുന്നയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർണയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. യഹോവയുടെ ദാസനായ മോശെ കാദേശ് ബർണയിൽ ദേശത്തെ ഉറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്ന് എൻ്റെ മനോബോധപ്രകാരം അവനോട് മറുപടി പറഞ്ഞു. 10 മുതൽ 13 വരെ. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളവും എന്നെ ഇതാ ഞാൻ അരുളി ചെയ്തതുപോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. എന്താ പറയുന്ന കാലേബ്? 85 വയസ്സുള്ള കാലേബ് എന്താ പറയുന്നത്? കാലേബ് പറയുക, മോശ എന്നെ അയച്ച നാളെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. ആ മലയുടെ പ്രത്യേകത എന്താ? അനാക്യ മല്ലന്മാരുണ്ട്. അവരുടെ മക്കളായ അനാക്യ മല്ലന്മാർ അത് കീഴടക്കി വെച്ചിരിക്കുകയാണ്. അതവിടെ പറയുന്നുണ്ട്. അനാക്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പും ഉള്ളവയാണെന്ന് നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. അന്ന് കേട്ടത് 45 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ 85-ാമത്തെ വയസ്സിൽ എത്രമാത്രം അവർ അത് ഉഗ്രന്മാരായിട്ടുണ്ടാവും, എത്രമാത്രം അത് സുരക്ഷിതമാക്കിയിട്ടുണ്ടാവും ആ പട്ടണങ്ങൾ. എന്നിട്ടും കാലേബ് എന്തുകൊണ്ട് അത് പറഞ്ഞു? തൊട്ട് താഴെ നാം വായിക്കുന്നു, യഹോവ എന്നോട് കൂടെയുണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ച് ഹെബ്രോൻ മല യെഫുന്നയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. യഹോവയോട് പറ്റി നിന്നു. അവൻ്റെ വേറൊരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്, അനാക്യ മല്ലന്മാരെ കണ്ടിട്ടോ ഉറപ്പുള്ള പട്ടണങ്ങളെ കണ്ടിട്ടോ ഒന്നും പേടിക്കാതെ യഹോവ അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആ യഹോവ എന്നോട് കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ യോശുവോട് പറയുകയാണ്, ഹെബ്രോൻ മല എനിക്ക് നീ വിട്ടുതരിക, ഞാനത് കീഴടക്കിക്കൊള്ളാം. അത് കീഴടക്കി ഇന്ന് വരെയും ആ ഹെബ്രോൻ മല കാലേബിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അവസാനമായി വേറൊരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത, ദൈവം കാലേബിൽ ദർശിച്ച വേറൊരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത് രേഖയായിട്ട് നൽകിയിട്ടുണ്ട്. സ്ഥാനമോഹി അല്ലാത്ത ഒരു കാലേബ്. നമുക്കറിയാം, മോശയുടെ മരണം അടുത്തു. യോശുവ നേതൃത്വത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. യോശുവ നേതൃത്വത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ യഹോവയായി ഉയർത്തപ്പെടുന്നു. കാലേബിന് ന്യായമായിട്ട് എന്ത് ചിന്തിക്കാം? ദേശം ഉറ്റുനോക്കാൻ ആരെയൊക്കെ അയച്ചേ? അതിൽ നിന്നും സദ്വർത്തമാനം പറഞ്ഞു മടങ്ങി വന്നവരാരാ? യോശുവും കാലേബും മാത്രം. ഞങ്ങൾ രണ്ടുപേരിലുമാണ് യഹോവ പ്രസാദിച്ചത്. ഞങ്ങൾ രണ്ടുപേരുമാണ് സദ്വർത്തമാനം പറഞ്ഞത്. ഞങ്ങൾ ഒരുമിച്ചാണ് യുദ്ധം ചെയ്തത്.
ഈ പ്രദേശമെല്ലാം പിടിച്ചടക്കിയത്. അതുകൊണ്ട് ന്യായമായിട്ടും എന്നെ കൂടി നേതൃത്വ പാടവത്തിലേക്ക് ഉയർത്തിക്കൂടെ? ഇന്നിൻ്റെ ചിന്തയാണത്. നാം ആയിരിക്കുന്ന ഇന്നത്തെ ഈ ലോകത്തിൻ്റെ ചിന്തയാണത്. എന്നാൽ കാലേബ് എന്താ ചെയ്തേ? നാം ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നാം കാണുന്നു, യഹോവ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിയ കാലേബിന് കവചമായി നിന്നുകൊണ്ട് യുദ്ധങ്ങൾ നയിക്കുവാനും വാസ്തവമായിട്ടും യോശുവ എന്ത് കൽപ്പിക്കുന്നുവോ കാലേബ് അത് ശിരസ്സ വഹിച്ചുകൊണ്ട് യോശുവയ്ക്ക് കവചമായി നിൽക്കുന്ന കാലേബിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയായിരിക്കണം. നേതൃത്വ സ്ഥാനത്ത് ആരിയ്ക്കുന്നു എന്നല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയിൽ ആക്കി വെച്ചിരിക്കുന്ന നേതൃത്വ നിരയെ അനുസരിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെ അനുസരിക്കുന്നത് വഴിയായിട്ട് നാം അനുസരിക്കുന്നത് കർത്താവിനെയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു നിലയിലും ഒരു സ്ഥാനങ്ങളും മോഹിക്കാതെ വാസ്തവമായിട്ടും കാലേബ് ദൈവം നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിയ യോശുവയുടെ കവചമായി നിന്നുകൊണ്ട് യോശുവ എന്ത് കൽപ്പിക്കുന്നുവോ അത് പൂർണ്ണമായിട്ട് നിവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. വിശ്വാസികളെ, ദൈവത്താൽ കർത്താവിൻ്റെ രക്തം മറുവിലയായി നൽകി കർത്താവിൽ പുതിയ സൃഷ്ടിയായി തീർന്ന നമ്മോടുള്ള ബന്ധത്തിൽ ഈ ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുമുണ്ട്. നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് നാം എപ്രകാരമായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന പരത്തുവാനായിട്ട് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാ. അങ്ങനെയാണോ ചെയ്യുന്നത്? ഒന്നുകൂടി വ്യക്തമായിട്ട് 2 കൊരിന്ത്യർ 3:3 വരുമ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങളുടെ കൊരിന്ത്യയിലുള്ള വിശ്വാസികളോട് പറയുന്നു, ഞങ്ങളുടെ ശുശ്രൂഷയിലുണ്ടായ കർത്താവിൻ്റെ പത്രങ്ങളായി നിങ്ങൾ വെളിപ്പെട്ടു വരുന്നുവല്ലോ. എന്നെയും നിങ്ങളെയും കാണുന്നവരും നമ്മുടെ നാമുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നവരും നമ്മുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നവരും കർത്താവിൻ്റെ പത്രങ്ങളാണ് നാം എന്ന് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുമോ? അതോ കർത്താവിന് മഹത്വം കൊടുക്കേണ്ടുന്ന നാം വാസ്തവമായിട്ടും കർത്താവിന് മഹത്വം കൊടുക്കാതെയാണോ ജീവിക്കുന്നത്? കാലേബിൻ്റെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ വലിയ സത്യം നാം മനസ്സിലാക്കണം. മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ എൻ്റെയും നിങ്ങളുടെയും തിരഞ്ഞെടുപ്പിനെ കുറിച്ച് കർത്താവ് തന്നെ നേരിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും അതുവഴി എൻ്റെ പിതാവ് മഹത്വപ്പെടേണ്ടതിനുമാകുന്നു. അത് ചെയ്യുന്നുണ്ടോ? ചെയ്യാനായിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം വരും ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ വളരെ വളരെ ഉത്സാഹമുള്ളവരായിട്ട് മുന്നോട്ട് പോവുക. വളരെ പെട്ടെന്ന് 2-ാമത്തെ ഭാഗം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2-ാമത്തെ ഭാഗത്ത് കാലേബിൽ കണ്ട ദൈവം പ്രസാദിച്ച കാര്യം, ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു. സംഖ്യാപുസ്തകം 14:24 പ്രാരംഭമായിട്ട് വായിച്ചതിൽ ഇതാണ് നാം കണ്ടത്. എൻ്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവന് വരുത്തും. അവനത് കൊടുക്കും, അവൻ്റെ സന്തതികൾക്ക് അത് കൊടുക്കും. എന്താണ് ഈ നിലയിൽ കാലേബ് ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്? അതിൻ്റെ ടൈറ്റിൽ മാത്രം പറഞ്ഞുകൊണ്ട് കാലേബിലൂടെ അല്ലെങ്കിൽ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലൂടെയൊക്കെ വെളിപ്പെട്ട് വന്ന ഈ അനുസരണം, അതിന് അവരെ സഹായിച്ച മേഖല മാത്രം പറഞ്ഞുകൊണ്ട് സമയം കഴിഞ്ഞതുകൊണ്ട് ഞാനിവിടെ അവസാനിക്കുകയാണ്. ഒന്നാമത്തെ കാരണം, ദൈവത്തെ കാലേബ് പൂർണ്ണമായിട്ട് ഭയപ്പെട്ടു. അബ്രാഹം ദൈവത്തെ പൂർണ്ണമായിട്ട് ഭയപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 22:12 വരുമ്പോൾ അതാണ് നാം കാണുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ യാഗമർപ്പിക്കാനായിട്ട് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ അബ്രാഹാം അത് ചെയ്യുകയാണ്. മകനെ വിറകടക്കി കൈകാലുകൾ ബന്ധിച്ച് യാഗപീഠത്തിൻ്റെ മേൽ കിടത്തിയിരിക്കുക. കത്തിയെടുത്തു, മകനെ അർപ്പിക്കാൻ പോവുക. ഉടനെ ദൈവിക ശബ്ദം കേട്ടു, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു.
ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ജീവിതമാണ് പ്രിയപ്പെട്ടവരെ എന്നിലും നിങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നിൻ്റെ ഏറ്റവും വലിയ പരാജയം, നാം ദൈവത്തെ എത്രത്തോളം ഭയപ്പെടുന്നുണ്ട്? ഒരു ഭയവുമില്ലാതെ നമ്മുടെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഈ വിശ്വാസത്തിൽ ജനിച്ചു വളർന്നു, ഈ വിശ്വാസത്തിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വചന പഠനം മറ്റുള്ള കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കുന്നു. ഈ പരിചയം വാസ്തവമായിട്ടും നമ്മെ ദൈവത്തെ ആഴത്തിൽ ഭയപ്പെടുവാനും അവനോട് പറ്റി നടക്കുവാനും ഉതകേണ്ടതിന് പകരം ദൈവത്തോടുള്ള ഭയം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവഭയമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ഘടകം. കാരണം ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവഭയം അനിവാര്യമാണ്. രണ്ടാമതായിട്ട് പൂർണ്ണമായ വിശ്വാസം. ഉൽപ്പത്തി 22:7-8 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ശരിക്കും ആ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ട് അതൊന്ന് വായിച്ചാൽ നമ്മൾ കരഞ്ഞു പോകും. ഈ മോൻ്റെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനോട്, അപ്പ എന്ന് പറഞ്ഞു, വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, അർപ്പിക്കാനുള്ള യാഗവസ്തു എവിടെ? എന്തൊരു ചോദ്യമല്ലേ! അപ്പനറിയാം ആരെയാ യാഗം അർപ്പിക്കേണ്ടതെന്ന്, മകനെ അർപ്പിക്കേണ്ടത്. എന്തുമാത്രം വേദനപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അബ്രഹാം വേദനയൊക്കെ ഉണ്ടെങ്കിലും ഒരു വ്യത്യാസം അബ്രഹാം കാണിച്ചില്ല. അബ്രഹാത്തിൻ്റെ മറുപടി നാം അവിടെ കാണുന്നു. തനിക്ക് ഹോമയാഗത്തിനുള്ള ഒരു ആട്ടിൻകുട്ടിയെ ദൈവം നോക്കിക്കൊള്ളും മകനെ. എന്ത് വിശ്വാസമല്ലേ! നമുക്ക് യാഗത്തിനുള്ള ഒരു ആട്ടിൻകുട്ടിയെ ദൈവം നോക്കിക്കൊള്ളും മകനെ, മകനാശ്വാസമായി. അതോടൊപ്പം തൻ്റെ വിശ്വാസം, നമ്മുടെ വിശ്വാസം എപ്രകാരമാകുന്നു? ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ, വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോൾ നാം എവിടെ നിൽക്കുന്നു? നാം എത്രത്തോളം അവന് സാക്ഷിയായിട്ട് നിൽക്കുന്നു, അവനിൽ ആശ്രയിക്കുന്നു? വളരെ പെട്ടെന്ന് പൂർണ്ണ ആശ്രയത്വം. ഈ 8-ാം വാക്യം ഉൽപ്പത്തി പുസ്തകം 22:8 നാം വായിച്ചതാ. ദൈവം തനിക്ക് ഹോമയാഗത്തിനുള്ള ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. എത്ര വലിയ ആശ്രയമാണ് ദൈവത്തിന്! എന്നോട് യാഗമർപ്പിക്കാൻ കൽപ്പിച്ചത് ദൈവമാണ്. മകന് യാഗമർപ്പിക്കാൻ പറഞ്ഞിരിക്കുക, ഞാനത് അനുസരിക്കുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും ആര് നോക്കും? ദൈവം നോക്കും. ഈ ഒരു ഉറപ്പും ധൈര്യവും നമ്മുടെ വിശ്വാസത്തിനുണ്ടോ? കഠിനമായ ഒരു രോഗം വരുമ്പോൾ നാം പതറിപ്പോകുന്നില്ലേ? ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ നാം പതറിപ്പോകുന്നില്ലേ? എൻ്റെ കർത്താവേ, എനിക്കെന്താ ഇങ്ങനെ? നാം അവലാതി പറയുന്നവരല്ലേ? ഒരു സത്യം ഓർക്കുക, ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തം എൻ്റെയും നിങ്ങളുടെയും മുൻപിലുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം എല്ലാവരും ബൈഹാർട്ട് പഠിക്കേണ്ടത്. എന്താണ് അവിടെ പറയുന്നത്? അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ അവൻ സകലവും നന്മയ്ക്കായിട്ട് കൂട്ടി വ്യാപരിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ചില പ്രതികൂലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതും അത് കർത്താവ് അനുവദിച്ചിട്ടാ. പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, പരീക്ഷകളിലൂടെ പോക്കുവരുത്തും നിയമിച്ചു നൽകുന്ന ഒരു കർത്താവാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്. മാത്രമല്ല, പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ എന്താ വാഗ്ദത്തം? അവൻ നിങ്ങൾക്കായിട്ട് കരുതുന്നതാകിയാൽ നിങ്ങളുടെ സർവ്വചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവേൻ. അവൻ്റെ മേലാണോ ഇടുന്നത്? അതോ ഈ ലോകപ്രകാരം എക്സിലും വൈയിലും ഇട്ടിട്ട് അവസാനം എല്ലാ പ്രതികൂലത്തിലും ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചില്ല? അല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ അവൻ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുക. അവസാനമായി പൂർണ്ണ സമർപ്പണം. ഉൽപ്പത്തി പുസ്തകം 22:16 അബ്രാഹത്തോട് ദൈവം പറയുക, നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. വാസ്തവത്തിൽ മകനെ യാഗം അർപ്പിച്ചോ? അബ്രാഹാം മകന് യാഗം അർപ്പിച്ചോ? വചനം സാക്ഷ്യപ്പെടുത്തുന്നു, യാഗം അർപ്പിച്ചു. അതാണ് പൂർണ്ണമായ സമർപ്പണം. എന്ത് ചെയ്യുവാൻ പറയുന്നുവോ ആദ്യമേ നമ്മൾ കേട്ടു. ഒരു ചോദ്യം ചോദിക്കാതെ, അയ്യോ അത് നടക്കുമോ, അയ്യോ ആ കാര്യം സാധ്യമാകുമോ, ഇങ്ങനെയുള്ള പ്രായോഗിക തലങ്ങൾ ഒന്നും ചിന്തിക്കാതെ അരുളി ചെയ്തവൻ ദൈവമാണ്, ദൈവം ആക്കി വെച്ചിരിക്കുന്ന എൽഡേഴ്സാണ്, അത് അങ്ങനെ തന്നെ സംഭവിക്കും, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. അതാണ് പൂർണ്ണമായ സമർപ്പണം. ആ പൂർണ്ണമായ സമർപ്പണത്തിൽ നാം എത്രത്തോളം മുന്നോട്ട് പോയിരിക്കുന്നുവെന്ന്
നമുക്ക് നമ്മെ തന്നെ ചിന്തിക്കാം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, കാലേബിൻ്റെ ജീവിതത്തിലൂടെ, അബ്രാഹാമിൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെട്ട് വന്നതും ദൈവമക്കളായ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ പ്രമാണിക്കേണ്ടതുമായ ആത്മീയ സത്യമാണ് കാലേബിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിലൂടെ നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. 2 മേഖലകളായിട്ടാണ് കാലേബിൻ്റെ ജീവിത സാക്ഷ്യം ദൈവം നമുക്ക് വരച്ചു കാണിക്കുന്നത്. ഒന്ന്, വേറൊരു സ്വഭാവമുള്ളവൻ. ആ വേറൊരു സ്വഭാവത്തിൽ കാലേബ് തൻ്റെ ജീവിതത്തിൽ പ്രമാണിച്ച കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ദൈവത്തോട് പറ്റി നിന്നു, ജനത്തെ ശാന്തരാക്കി ധൈര്യപ്പെടുത്തി, വാർദ്ധക്യത്തിലും ഫലം കാച്ചു, സ്ഥാനമോഹിയായിരുന്നില്ല. രണ്ടാമത്തെ പ്രത്യേകത, ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു. ആ അനുസരണത്തിന് കാലേബിനെ ശക്തനാക്കിയത് അടിസ്ഥാന ഘടകങ്ങൾ ഇവയാണ്. ദൈവത്തെ പൂർണ്ണമായിട്ട് ഭയപ്പെട്ടു, പൂർണ്ണമായി വിശ്വസിച്ചു, പൂർണ്ണമായി ആശ്രയിച്ചു, തന്നെ പൂർണ്ണമായി ദൈവത്തിങ്കിൽ സമർപ്പിച്ചു. വരും ദിവസങ്ങളിൽ ദൈവമക്കളായി നമ്മോടുള്ള ബന്ധത്തിലും നമ്മുടെ ജീവിതത്തിലും ഈ സ്വഭാവ ഗുണങ്ങൾ വെളിപ്പെട്ട് വന്നുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്ത് ജീവിക്കുവാൻ ഇന്നത്തെ വചന കേൾവി മുഖാന്തരം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ നിലയിൽ ഇളയവനൊരു അവസരം തന്ന സ്ഥലം സഭയിൽ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും ആ കർത്തൃനാമത്തിൽ അവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.